ഈ ഒരു സംഭവം, ഈ ഒരു വയറിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ താർ റോക്സിനെ ഒരാൾ ട്രോൾ ചെയ്തതാണ്. ട്രോൾ ചെയ്ത് വേറൊന്നുമല്ല, പുള്ളിക്ക് ഇതിന് ഡീസൽ അടിക്കുന്നേക്കാളും കൂടുതൽ പൈസ. ഈ ഒരു മൈലേജ് ഇല്ലെങ്കിൽ നമ്മൾ ഏത് വണ്ടി എടുക്കില്ലേ? ഈ നാട്ടിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, താറ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാർ അതിനെ? ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണ്. ഈ യൂസർ റിവ്യൂ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ യൂസർ റിവ്യൂ വീഡിയോ ആണ്. അതും നമ്മളിന്ന് കാണാൻ പോകുന്നത് താർ റോക്സ് ആണ്. എല്ലാവരുടെയും ഒരു മനസ്സിലുള്ളൊരു വണ്ടിയും കൂടെയാണ് താർ റോക്സ്. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ എടുക്കാൻ. അപ്പോൾ ആ വണ്ടിയുടെ ഏത് മോഡൽ എടുക്കണം, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽ ഏതാണ്, ഇതിൻ്റെ ഗുണം എന്താണ് ദോഷം, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഓണേഴ്സിനെയാണ്. അപ്പം ഓണേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചേച്ചിയും അനിയനുമാണെന്ന് പറയാം. അപ്പം ലെറ്റ്സ് വെൽക്കം ദ ഓണർ ഓഫ് ദ വെഹിക്കിൾ. ടീച്ചറെ വെൽക്കം ടു ക്രിസ്മസ് ചാൻസ് വ്ളോഗ്. ഇപ്പം ഒരു ടീച്ചറും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ തന്നെ അനിയനാണ് സാറ്. ഇതുപോലെ തന്നെ ബജാജിൻ്റെ തന്നെ ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ഒരാളും കൂടെയാണ്. രണ്ടുപേരും വണ്ടി സ്നേഹികളാണ്. ഇവർ വണ്ടിയെ സ്നേഹിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതി വരും അല്ലേ? നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ഇതുവഴി കിട്ടുന്നതാണ്. ടീച്ചർ എന്താണ് പേര്? ജെൻസി. ഓക്കെ സാറേ? സാലസ്. ടീച്ചർ എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്? കൊല്ലം പോപ്പുലർ മഹേന്ദ്രയിൽ നിന്നാണ് വണ്ടി എടുത്തത്. കോട്ടയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലത്ത് പോയി എടുത്തത്. ശരി. അപ്പം നമ്മൾ നേരത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് താർ എന്ന് പറയുന്നത്. ടീച്ചർ ഈ ബ്ലാക്ക് വണ്ടി തന്നെയാണോ മനസ്സിലുണ്ടായിരുന്നു? ആയിരുന്നു. ഓക്കെ. ഈ നമ്മൾ എത്ര നാളെ വെയിറ്റിംഗ് പീരീഡ് എടുത്തു ഈ വണ്ടിക്ക്? 2.5 മാസം എടുത്തു. 2.5 മാസം എടുത്തു. ഓക്കെ. ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഇന്ന റേഞ്ചിലുള്ള ഒരു വണ്ടി, അതും ഒരു SUV സെഗ്മെന്റ് ആയിരിക്കണം. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു SUV സെഗ്മെന്റിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രെറ്റ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം സെൽറ്റോസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ്. എന്തുകൊണ്ടാണ് ഈ താറിലേക്ക് എത്താൻ കാര്യം? ഞങ്ങൾ ആദ്യമേ ഒരു സെൽറ്റോസ് ഓട്ടോമാറ്റിക് എടുക്കാനായിട്ട് പ്ലാൻ ഇട്ടതായിരുന്നു. അതിനുശേഷം മോന് പഴയ താറിനോട് തൊട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് 3 ഡോർ ആയിരുന്നുകൊണ്ട് നമുക്കതൊരു സെക്കൻഡ് വെഹിക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളത് കൊണ്ട് നമ്മളതിനെ ഇങ്ങനെ പെൻഡിങ് വെച്ചിരുന്നു. പിന്നെ അന്നേരം ഇതിൻ്റെ സമയം വന്നപ്പോൾ മോനും ബാക്കി വീട്ടിലെ പിള്ളേർ സെറ്റെല്ലാം താർ റോക്സ് മതി അത് എന്ന് പറഞ്ഞ് അതിലേക്ക് തന്നെ അപ്പം ഞങ്ങൾ ഓട്ടോമാറ്റിക് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു പ്രഷർ കൊണ്ടാണോ എടുത്തത്, അതോ ബേസിക്കലി വണ്ടിയോടുള്ള ഇഷ്ടം? വണ്ടിയോട് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് കുട്ടികളാണ്. ഒന്ന് ചേഞ്ച് ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ചേച്ചിയാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടു നടക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രയാസം വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം മുതലേ ഞാനാണ് ഒന്ന് ഇച്ചിരി എതിരായിട്ട് നിന്നിരുന്നത്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ ചാടി. ടീച്ചർ, ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി? 3000 കിലോമീറ്റർ ആയി. എല്ലാവർക്കും കുറേ പരാതികളും ഉണ്ട്, കുറേ നല്ലതും പറയാനുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സത്യമായിട്ടുള്ള മറുപടിയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി എടുത്ത സമയത്തുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, കാരണം ആദ്യമായിട്ട് നമ്മൾ ഇപ്പം ടീച്ചറിനെ സംബന്ധിച്ചിട്ട് ടീച്ചർ സിറ്റി ഉപയോഗിക്കുന്ന ആളാണ്, അല്ലാതെ നമ്മൾ മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. ടീച്ചർ ഡെയിലി എത്ര കിലോമീറ്റർ പോകാറുണ്ട്? എനിക്ക് ഡെയിലി ഏകദേശം ഒരു 20-25 ഇടയ്ക്കാണ് സ്കൂളിൽ നിന്നും പോകാനും വരാനും ഉള്ളത്. ഞാൻ നേരത്തെ സിറ്റി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സിറ്റിയേക്കാൾ വളരെ എനിക്ക് കൂടുതൽ സ്മൂത്ത് ആയിട്ട് തോന്നുന്നത് താർ റോക്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, വിസിബിലിറ്റി, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത്ര? സിറ്റി ഒന്നത് സെഡാനാണ്, ഇത് SUV ആണ്. പിന്നെ നമുക്ക് സിറ്റിക്ക് റോഡ് വിസിബിലിറ്റി കുറവായിരുന്നു, ഗ്രൗണ്ട് ക്ലിയറൻസും കുറവായിരുന്നു. അപ്പൊ ഇതിന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റോഡ് വിസിബിലിറ്റി ആണ്. അതാണ് ഏറ്റവും നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും സൂപ്പറായിട്ട് തോന്നുന്ന കാര്യം, ഇതിന്റെ വിസിബിലിറ്റിയാണ്. പിന്നെ പേടിക്കണ്ട, ഗ്രൗണ്ട് ക്ലിയറൻസും പക്കായാണ്. ടീച്ചറിന് ആ സിറ്റി ഓടിക്കുന്നേക്കാളും കോൺഫിഡൻസ് ഈ താർ റോക്സിൽ കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും, 100%. അതാണ് കാരണം. ഒരു ലേഡീസിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ വണ്ടിയാണ്. അവർ ഒരു ലോറിയെ കാണുന്ന പോലെയാണ് ഈ വണ്ടി കാണുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ പേടിയാണ് വഴി കൂടെ. അങ്ങനെ എപ്പോഴേലും ടീച്ചറിന് ഇതൊരു കോൺഫിഡൻസ്, പേടി എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് മറ്റേതിലും ഞാൻ കറക്റ്റായി ഉപയോഗിക്കുന്നതാണ്, പക്ഷെ അതിലൊക്കെ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നത് ഇതാണ്. നല്ല പവറും ഉണ്ട്, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് താർ റോക്സിൽ വരുന്നുണ്ട്. അറിയാമല്ലോ, ഇപ്പം AX7 ലക്ഷറി വരെയുള്ള വണ്ടികളുണ്ട്. കാരണം നമുക്ക് താർ റോക്സിനെ സംബന്ധിച്ച് ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്ന ഒരു ഹൈ പ്രൈസ്ഡ് വണ്ടിയാണെന്നുള്ളതാണ്. കാരണം ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം AX7 ലക്ഷറി തന്നെ എനിക്ക് നിയർലി ടു 30 lakhs വരുന്നുണ്ട് അല്ലേ?
ഇത്രയും പൈസ കൊടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്കതൊരു വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളൊരു മനസ്സിലുള്ളൊരു കാര്യമാണ്. ടീച്ചറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ടീച്ചർ ഏത് മോഡലാണ് എടുത്തത്? എന്തുകൊണ്ടാണ് ആ മോഡൽ എടുക്കാൻ കാര്യം? ആ കാര്യത്തിനെ കുറിച്ച് പറയാം. നമ്മൾ MX5 മാനുവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ലക്ഷറിയിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ അകത്ത് കൂടുതലും അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ആണല്ലോ, അതിലോട്ടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഈ മോഡലല്ല, ഇതിന് തൊട്ട് മുകളിലെ മോഡലായിരുന്നു നോക്കിയിരുന്നത്. അപ്പം തൊട്ട് മുകളിലെ മോഡൽ നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് 1 ഇയർ ആണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത് ഈ ഒരു ഓപ്ഷൻ അവർക്ക് ഒരെണ്ണം പിന്നെ വന്നപ്പം അവർ നമ്മളെ ഇൻഫോം ചെയ്തു, ഇതുപോലെ ഒരു മോഡലുണ്ട്, ബ്ലാക്ക് തന്നെയാണ്, MX5 മാനുവലാണ്. ഞങ്ങൾ ഓട്ടോമാറ്റിക് ആയിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്, മാനുവലാണ് കുഴപ്പമില്ല. അപ്പോൾ ചേച്ചി ഓൾറെഡി മാനുവലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് പിന്നെ എന്നാൽ മാനുവൽ തന്നെ അയക്കാം എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് താറായതുകൊണ്ട് മാനുവലാണ് എന്ന് പുറകെ നിന്നുള്ളൊരു ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 100% മാനുവലിലേക്ക് തന്നെ മാറി. സാർ, നേരത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുവാണ്. കാരണം ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് AX7 ലക്ഷറിക്ക് ഏകദേശം 30 ലക്ഷം രൂപയോളം ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാർ? അത് രണ്ട് കാര്യം അതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, പ്യുവർ ഇന്ത്യൻ വണ്ടിയാണ്. പ്യുവർ ഇന്ത്യൻ വണ്ടിയിൽ ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിനോട് എനിക്ക് മാനസികമായിട്ടൊരു യോജിപ്പ് കുറവുണ്ട്. എന്ന് വെച്ചാൽ അതിന് കുറച്ച് പോരായ്മകൾ അതിന് വന്നേക്കാം. പക്ഷെ നമ്മളിപ്പം കിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രെറ്റ ആയിക്കോട്ടെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോറിൻ വണ്ടികളാണ്. അപ്പോൾ കുറച്ചുകൂടി അത് ബെറ്റർ ആകുമെന്ന് ഇതിൻ്റെ മാനസിക അല്ലെ പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മളൊരു പടി താഴെയാണ് നമ്മൾ പിന്നെ ആലോചിച്ചപ്പം ബെറ്റർ എന്ന് തോന്നിയത്. പിന്നെ നമ്മുടെ മനസ്സിലെടുക്കാൻ ഉദ്ദേശിച്ചത് ഏകദേശം 20 lakhs വണ്ടിയായിരുന്നു. അതായത് കിയ സെൽറ്റോസ് ആ ഒരു റേഞ്ചിലുള്ള, സെൽറ്റോസ് അല്ലെങ്കിൽ ക്രെറ്റ ആ ഒരു റേഞ്ചിലുള്ളതായിരുന്നു. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും 21 lakhs ആയി ടോട്ടൽ. ടീച്ചർ ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ള എവിടെയാണ്? ഞങ്ങൾ പാലക്കാട് നെല്ലിയാമ്പതി പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയ സമയത്ത് പ്രായമുള്ള ആൾക്കാരാരെങ്കിലും ബാക്കിൽ ഇരുന്നിരുന്നു? അന്ന് ഞങ്ങൾ ഫാമിലി, ഞങ്ങളും അനിയനും ഫാമിലി, 2 ഫാമിലിയും കൂടെയാണ് പോയിരുന്നത്. പക്ഷേ ഇന്നലെ ഞങ്ങൾ എറണാകുളം പോയിരുന്നു. എറണാകുളം പോയപ്പം ഫാദറിൻ്റെ ചേട്ടൻ ഒരു 85 വയസ്സിന് മുകളിലുള്ള ആളുണ്ടായിരുന്നു. കയറാനായിട്ട് പുള്ളിക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഫുഡ് റെസ്റ്റെ ചവിട്ടി പിടിച്ച് കയറണമെന്ന്. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ നല്ല സുഖമാണ് ഇതിലിരിക്കാൻ, ഇനി എവിടെ പോയാലും ഇത് മതി എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു പുള്ളിക്ക്. എത്ര വയസ്സുള്ള ആളാണ്? 85 മുകളിലുണ്ട്. 85 വയസ്സുള്ള ആൾക്ക് പോലും അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നെല്ലിയാമ്പതിയാണ് ഏറ്റവും ലോങ് പോയിരിക്കുന്നത്. അപ്പോൾ ആ പോയ സമയത്ത് നമ്മൾ വണ്ടി അത്യാവശ്യം ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പൊതുവേ താർ റോക്സിനെ സംബന്ധിച്ച് പല ആൾക്കാരും വിമർശിക്കാറുണ്ട്, ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് അല്ല എന്നൊക്കെ പല ആൾക്കാരും വിമർശിക്കാറുണ്ട്. ഇതൊക്കെ സത്യമുണ്ടോ ഇതിൽ? നെല്ലിയാമ്പതി പോയപ്പോൾ ഇവർ ഹസ്ബൻഡും അനിയനുമാണ് കൂടുതൽ ഓടിച്ചത്. ഏകദേശം 130 വരെയൊക്കെ ഇവർ പോയിരുന്നു. അതിനെക്കുറിച്ച് അനിയൻ തന്നെ പറയും. അത് ശരിക്കും പറഞ്ഞാൽ വീല് കുറച്ച് വലുതാണ്, 18 ഇഞ്ച് അലോയാണ് ഇതിന് പറയുക. ഇപ്പോൾ 18 ഇഞ്ച് വീലാകുമ്പോഴത്തേക്കും ശരിക്കും ലോങ് വിടുമ്പോൾ അത് നമുക്ക് ആ സ്കോർപ്പിയോ ആണെങ്കിലും അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഇന്നോവ ആണെങ്കിലും എല്ലാത്തിനും, ഇന്നോവയ്ക്ക് ഒരു വീൽ സൈസ് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് എല്ലാവരും അതിനൊരു കംഫർട്ട് ഫീൽ പറയുന്നത്. പക്ഷേ ഇതിനാ വീല് കുറവ് ഇതായി. പക്ഷെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, യാതൊരു പ്രോബ്ലവും വന്നിട്ടില്ല. ഇപ്പം ഞാനിത് മാക്സിമം നമ്മൾ 130 വരെയാണ് ഇത് കയറിയേക്കുന്നത്. 130 വരെ ഇത് കംഫർട്ടാണ്. ഇത് അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, പക്കയായിട്ടുള്ള റോഡ്. ഒരു മഹേന്ദ്ര എന്ന നിലയ്ക്ക് ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, കാരണം സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യുക, ഒരു കുലുക്കം തോന്നുന്നു, അങ്ങനെ എപ്പോഴേലും ഫീൽ ചെയ്തിട്ടുണ്ട്? അത് താറിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. എൻജിൻ നമുക്ക് ഒരു രീതിയിലും അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ പക്കാ സൈലൻ്റ് ആണ്. 2.2 ലിറ്റർ ഡീസലാണ് വണ്ടി. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ പക്കാ സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അതിന് പോലും ഡീസൽ എഞ്ചിന് നമുക്ക് സൗണ്ട് അകത്തോട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഇത് നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല, പക്കയാണ്, അതിനൊന്നും ഒരു മാറ്റമില്ല. ശരി. അപ്പം നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. 5 പേര് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ അന്ന് 5 അല്ല, 2 പിള്ളേർ ഉൾപ്പെടെ 6 പേരാണ് പോയത്. പുറകിൽ 2 പിള്ളേരും 2 വലിയവരും, മുമ്പിൽ ഇവർ 2 പേര് വലിയവർ. അപ്പം വളരെ ഞങ്ങൾക്ക് പിള്ളേരായതുകൊണ്ടാവാം, പക്ഷെ 4 പേര് ഇരുന്നിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, പ്ലസൻ്റ് ആക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒന്ന് മ്യൂസിക് സിസ്റ്റം, 2 നമുക്ക് ഇരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC. ഈ രണ്ടുമാണ് നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കുന്നത് അല്ലേ ഒരു യാത്രയ്ക്ക്. ഈ ഒരു ഫീൽ എങ്ങനെ തോന്നിയിട്ടുണ്ട്? AC വളരെ കറക്റ്റാണ്, നല്ല കൂളിംഗ് ആണ്, പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്. പുറകിലും നല്ലപോലെ ACയുടെ ഇത് ഔട്ട്ലെറ്റ് കൊണ്ട് താനും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്, തണുപ്പ് കിട്ടുന്നുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മ്യൂസിക് സിസ്റ്റം, കാരണം ഇതിൻ്റെ നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ ഈ മ്യൂസിക് സിസ്റ്റം, കാരണം കമ്പനി തരുന്ന മ്യൂസിക് സിസ്റ്റമാണ്, അതെങ്ങനെയുണ്ട് മറ്റു വണ്ടികളായിട്ട് കമ്പാരിസൺ നടത്തുമ്പം എങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ടിനെ? നമുക്ക് കുഴപ്പം തോന്നിയിട്ടില്ല കൂടുതലായിട്ട്. അത് 100% ഞാൻ ഹാപ്പിയല്ല, എന്നാലും മോശമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും നല്ല ക്ലാരിറ്റി ഉള്ള പിന്നെ സൗണ്ട് തന്നെയാണ്. എന്നാലും മറ്റേ നമുക്ക് ഒരു ബാസ് നമുക്ക് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ടാകാം, അല്ല മിഡിൽ വേരിയൻ്റ് ആയതുകൊണ്ടാകാം, ടോപ്പ് വേരിയൻറ്റിൽ അത് വ്യത്യാസം വന്നിരിക്കാം. അത് ടോപ്പ് വേരിയൻറ്റിൽ ഹർമനാണെന്ന് തോന്നുന്നു, ഇതിലേതാണെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ക്രെറ്റ യൂസ് ചെയ്യുന്നുണ്ട്, ക്രെറ്റയായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പടി താഴെ ഞാൻ പറയുള്ളൂ. ഓക്കെ. ഇപ്പം ടീച്ചറിനാണ് കൂടുതലായിട്ട് വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫ്രീനെസ്, അതുപോലെ തന്നെ ഗിയർ, ക്ലച്ച് സ്മൂത്ത് ആണോ അല്ലെങ്കിൽ ആക്സിലേറ്റർ എങ്ങനെയുണ്ട് എന്നുള്ള അറിയാൻ പറ്റുക. ടീച്ചറിന് എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ സ്മൂത്ത്നെസ്സിനെ കുറിച്ച്? വളരെ സ്മൂത്താണ്. ഞാൻ പറഞ്ഞല്ലോ സിറ്റിയും ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങും ഗിയറും ഇച്ചിരി ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഹാർഡായിരുന്നു. പക്ഷേ അത് മാനുവൽ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ വളരെ സ്മൂത്താണ്. പിന്നെ അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ വളരെ ഈസിയാണ്. അതിൻ്റെ നമുക്ക് റിവേഴ്സ് എത്ര പോകണം എങ്ങനെയുള്ളത്. സിറ്റിയെ സംബന്ധിച്ച് ലോങ് ആയിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഊഹത്തിൽ അങ്ങ് പോകുകയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലും നമുക്ക് സെൻസർ വരുന്നുണ്ട് ഈ മോഡലിന്. ഇത് ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു ഇതിൽ നമ്മൾ എടുത്താണ്. അത്യാവശ്യം എല്ലാ ഫീച്ചറും, പിന്നെ നമ്മുടെ സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചറുകളും ഈ മോഡലിൽ ഇൻബിൽറ്റ് ആണ്. പിന്നെ ഞാൻ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ടുണ്ടായിരുന്നു, കൊച്ചിയിലാണ് ആള്, എൻ്റെ സെയിം ഫീൽഡിലുള്ള ആളാണ്. ആള് നമുക്ക് 100% അതിൻ്റെ അകത്ത് ഒരു കോൺഫിഡൻസ് തന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മാറി. ഓക്കെ. ഇപ്പം ഒരു ആദ്യമേ സാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു, നേരത്തെ നമ്മൾ താറിൽ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വേറൊരാൾ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഗിയർ ഹാർഡായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെ ചേച്ചിക്ക് എത്രത്തോളം പറ്റുമെന്ന് സാറിനൊരു വേവലാതി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് വേവലാതി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കൂടുതലും യൂസ് ചെയ്യുന്നത് ക്രെറ്റയാണ്. ക്രെറ്റയുടെ ഗിയർ ഷിഫ്റ്റിങ്, സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പക്ക ഫ്രീ ആണ്. അത് നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഹോണ്ട സിറ്റി അന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിന് സ്റ്റിയറിംഗ് ഫ്രീ ആണെങ്കിൽ പോലും ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഒരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞതും അതാണ്, അതായത് നീ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കാവുള്ളൂ, ഞാൻ മാനുവലാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ അതിന് നമുക്ക് ഗിയർ ഭയങ്കര ടൈറ്റാണ്, ബുദ്ധിമുട്ട്. പക്ഷേ ആൾ ഉപയോഗിക്കുന്നതും ഹുണ്ടയാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു, ഞാൻ ഉപയോഗിക്കുന്നത് ഹുണ്ടയാണ്, അതുകൊണ്ട് ഇത് വ്യത്യാസം വരുന്നതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ ഞാൻ ഇതെടുത്തപ്പം എനിക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല. ഗിയർ ശരിക്കും ഇനി സെക്കൻഡ് ഗിയറിൽ അവർ മോഡിഫൈ ചെയ്താണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഗിയറും സ്റ്റിയറിങ്ങും പക്ക ഫ്രീ ആണ്. ടീച്ചറെ, നമ്മൾ ബാക്ക് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 447 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്, എന്ന് വെച്ചാൽ ഡിക്കി സ്പേസ്. ഈ ഒരു ഡിക്കി സ്പേസ് നമുക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ കംഫർട്ടബിൾ ആണോ, അത് മതിയോ? കംഫർട്ടബിളാണ് ഇത്. പിന്നെ നമുക്ക് ഒരാളിപ്പോൾ ഹസ്ബൻഡ് വിദേശത്താണ്, അപ്പോൾ എയർപോർട്ടിലൊക്കെ കൊണ്ടുപോയി വിടുമ്പോഴും ഒക്കെ നമുക്ക് സാധനങ്ങൾ, പെട്ടികളും ഒക്കെ വെക്കാനായിട്ടും വളരെ സൗകര്യമാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു ഇത്? ഇപ്പോഴത്തെ പല വണ്ടികൾക്കും നമുക്ക് ബൂട്ട് സ്പേസ് കുറവാണ്, അത് പോരാന്നാണ് പല ആൾക്കാരുടെയും പരാതി. ഇതിൻ്റെ എങ്ങനെ തോന്നിയിരുന്നു സാർ? ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ എല്ലാം സ്ക്വയർ ബോക്സ് ആയിരിക്കും കൂടുതലും വരുന്നത്, ബാഗ് ആ ടൈപ്പ് ആയിരിക്കും. നമ്മളിപ്പോൾ ക്രെറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ക്രെറ്റ കൊണ്ടാണ് ഞാൻ ചേട്ടനെ കൂട്ടാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3-4 ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ ടോപ്പ് വരുമ്പോൾ നമുക്ക് ഡിക്കി അടയ്ക്കാനായിട്ട് നമുക്ക് പ്രയാസം വരുന്നുണ്ട്. ഇതിന് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ശരിക്കും നോക്കുമ്പോഴത്തേക്കും മറ്റേതുമായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഈ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതായിരിക്കും. അതൊരു കീ പോയിന്റ് ആണ് കേട്ടോ. പല ആൾക്കാരും മനസ്സിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ സാറേ, നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ ഈ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട്, പിന്നെ മാത്രമല്ല നമുക്ക് ഇത് അടയുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്യൂട്ട് അല്ലാതെ വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ? നോർമലി അതില്ല. പക്ഷേ മറ്റു വണ്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ പറഞ്ഞ പിന്നെ ഹുണ്ടായി, കിയ അതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മൾ വലിച്ചടക്കണം. നമ്മൾ താറാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അത് പക്ക ഓഫ് റോഡ് വെഹിക്കിളാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കരുതിയാൽ 100% പെർഫെക്റ്റ് ആണ്. ഓക്കെ. പല ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് പ്രീമിയം ആയിട്ടുള്ള SUV വണ്ടികളൊക്കെ ആയിട്ടാണ്. അതും അവർക്ക് അറിയാലോ, ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടിയും ഈ ഒരു വണ്ടിയായിട്ട് സാർ കമ്പാരിസൺ നടത്തരുതെന്നാണ് സാറിൻ്റെ ഒരു ഉപദേശം. തീർച്ചയായിട്ടും. അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പം നേരത്തെ നമ്മൾ ഇന്നോവയും പിന്നെ എർട്ടിഗയും തമ്മിൽ കമ്പയർ ചെയ്തിരുന്നൊരു കാലമുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടൽ ഡിഫറെൻ്റ് ആയിരിക്കും വേണ്ട. ഓക്കെ. ശരി, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരി.
ഓ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡിഫോഗർ വരുന്നുണ്ട് അല്ലേ, ബാക്ക് ഡിഫോഗർ വരുന്നുണ്ട്. ഈ അതുപോലെ തന്നെ സാറേ ഈ ഒരു മാറ്റൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വെച്ചാണോ അതോ എക്സ്ട്രാ? നമുക്ക് മഹീന്ദ്രയുടെ ഷോറൂമിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. ഏകദേശം 9,000 രൂപയോട് അതിന് എമൗണ്ട് ആയി. ഫുൾ മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാറേ ഈ വണ്ടിക്ക് എന്തൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആണ് വെച്ചിരുന്നത്? നമുക്ക് ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസ് ഇതിൻ്റെ അകത്ത് കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് ഈ മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഫെയ്ഡ് ആകുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഭംഗിയാകും. മഹീന്ദ്രയിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫോഗ് ലാമ്പിന് ഫ്രണ്ടിലൊരു കവറുണ്ട്, ഇൻഡിക്കേറ്റർ ലാമ്പിന് ഫ്രണ്ടിലൊരു ഗ്ലോസി ഫിനിഷ്ഡ് കവറുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലിന് അതിന് മുകളിൽ ഒട്ടിക്കാവുന്ന രീതിയിൽ ഒരു ഫിനിഷായിട്ടുണ്ട്. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭംഗിയായിട്ട് വരികയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന മങ്ങലോ കാര്യങ്ങളോ വരില്ല എന്ന് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും കിട്ടി. ശരി സാർ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിന് പാർസൽ ട്രേ ഇല്ല. ആ പാർസൽ ട്രേ ഇല്ലാത്തൊരു വിഷമം ടീച്ചറിനോ സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? പാർസൽ ട്രേ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിൽ ഡാഷ്ബോർഡ് ആണെങ്കിൽ പോലും ഒരു മാനുവൽ ബുക്ക് പോലും നമുക്ക് വെക്കാനുള്ള സ്പേസ് അതിൻ്റെ അകത്തില്ല. പേപ്പർ നമ്മളൊന്ന് ടിഷ്യൂ പേപ്പർ വെക്കാന്ന് പറയുന്നത് ഡാഷ്ബോർഡിലാണ് നമ്മൾ കീപ്പ് ചെയ്യാറ്. ഇതൊന്നും നമ്മൾ ഡിക്കിക്ക് കീപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്നുണ്ട്. അവിടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ടീച്ചർ നേരത്തെ എന്നോട് കാര്യം സൂചിപ്പിച്ചു, വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ തന്നെ ഇതിനകത്ത് ഇരിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒരാൾ ഇരുന്നാൽ ആൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടിരുന്ന് കാല് നീട്ടിരുന്ന് പോകാം. നമുക്കൊരു കുഷ്യനൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ഇരിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒരു വലിയവർക്ക് വേണേൽ പോലും ഇരിക്കാം, അതിനുള്ള സ്പേസ് ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഫീൽ ചെയ്യില്ല. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടം കൊണ്ടൊരു ചെരുവാണല്ലോ വണ്ടിക്ക് വരിക. അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കംഫർട്ട് ഇല്ലായ്മ ഫീൽ ചെയ്യും. ഇത് നമുക്ക് ആ ഒരു പ്രശ്നം വരും. ഇന്നോവയുടെ ബാക്ക് സീറ്റിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. ഏറ്റവും പുറകിലത്തെ സീറ്റിലിരിക്കുമ്പോൾ അത്ര കംഫർട്ട് അല്ല. ഇതിന് പക്ഷേ ഇരുന്നാൽ കുഴപ്പമില്ല. സാറേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു പൊസിഷൻ, ഇതൊന്ന് മേളിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, എപ്പോഴേലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു? അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ബാക്കി വണ്ടികളിലൊക്കെ അത് ഒറ്റ ഡിക്കിയാണ്. നമ്മൾ ജസ്റ്റ് ഒരു 1 ടച്ചിന് ആ ഡിക്കി ഓപ്പൺ ആവും. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ താഴത്തെ സ്പേസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് വീണ്ടും ഇത് തുറക്കണം. പക്ഷേ ഇത് നമുക്ക് ബുദ്ധിമുട്ടല്ല. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സീറ്റ് ഇട്ട് തന്നാൽ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു വയറിങ്ങിനെ കുറിച്ചാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. കാരണം ഈ ഒരു പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്ന വയറിങ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നത്. നോക്കാം. അപ്പം ടീച്ചറെ, നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ മൊത്തത്തിൽ വെള്ള കളറാണ്. അപ്പം വെള്ള കളർ എനിക്ക് പേടിയായിട്ട് ഇവിടെ തൊടാനൊരു പേടി, ചെളിയാവുമെന്നൊരു പേടി. ഈ വെള്ള ഇൻറ്റീരിയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വെള്ള ഇന്റീരിയറിന് ഒരു പ്രീമിയം ക്ലാസിക് ലുക്ക് ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അത് മുഷിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു ഡിസ്കംഫർട്ടാണ്. പക്ഷെ എന്നാലും ഇത് പ്യുവർ ലെതർ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് തൂത്താൽ ക്ലീൻ ആവുന്നുണ്ട്. നമ്മുടെ താർ റോക്സിനെ ഒരാൾ ട്രോൾ ചെയ്തതാണ്. ട്രോൾ ചെയ്ത് വേറൊന്നുമല്ല, പുള്ളിക്ക് ഇതിന് ഡീസൽ അടിക്കുന്നേക്കാളും കൂടുതൽ പൈസ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യിപ്പിച്ച് കളയുകയാണെന്നുള്ളൊരു സംഭവം. അതിനെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? അത് പുള്ളിയുടെ യൂസിൻ്റെ പ്രശ്നമായിരിക്കാം. നന്നായിട്ട് യൂസ് ചെയ്താൽ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പം മറ്റു വണ്ടികളുടെ ആണെങ്കിലും വേഗ് കളറൊക്കെയാണ് സാധാരണ സീറ്റ് കവറൊക്കെ വരുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇതിന് വേറെ കളർ ഇറങ്ങുന്നുണ്ട്. അപ്പം കളർ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എന്നും കൊണ്ട് നമുക്ക് ക്രിട്ട വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്റീരിയറിന്റെ ഒരു സംഭവം ഇഷ്ടമാണ്. ഓക്കെ, ഇതൊരു പ്രീമിയം ടച്ച് കിട്ടുന്നുണ്ട്. മൊത്തത്തിലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് വെള്ളയായതുകൊണ്ട് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, ഇപ്പം ഞാനൊരു ചെറിയ ബോട്ടിൽ വെള്ളം ഞാൻ കൈ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്കിവിടെ വെക്കാനുള്ള ഒരു സ്പേസ് കാണുന്നില്ല. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് പോലെ കാണാം. അതും വളരെ ചെറുതാണ്. ഈ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? സ്പേസ് നമുക്ക് ഉള്ളിൽ ഈ പറയുന്ന പോലെ ബോട്ടിൽ വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം എന്താ വെച്ചാൽ 4 ഡോറിലും ബാക്കിലെ ഡോറിൽ ഒരു 1/2 ലിറ്ററിന്റെ 2 ബോട്ടിലും ഫ്രണ്ടിലെ ഡോറിൽ 1 ലിറ്ററിന്റെ 2 ബോട്ടിലും നമുക്ക് വെക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ ഇതിലും ക്രെറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ ഇത്രയും വലിയൊരു ബോക്സ് ആണെങ്കിൽ പോലും നമുക്കൊരു മൊബൈൽ പോലും ഫുൾ ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സ്പേസേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് ഈ ഒരു കാര്യത്തിൽ മഹേന്ദ്ര ഇംപ്രൂവ് ചെയ്യണമെന്ന് ടീച്ചറിനും തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും.
ഡാഷ്ബോർഡ് എങ്കിലും കുറച്ചുകൂടെ വലുതാക്കണം. നമ്മൾ അത്യാവശ്യം വണ്ടിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ മറ്റേ വണ്ടിക്കൊക്കെ നമ്മൾ ഡാഷ്ബോർഡിലായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഒരു അങ്ങനത്തെ വാഹനം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇത് മഹേന്ദ്രയാണ്, നമ്മൾ ഓഫ് റോഡ് വെഹിക്കിളാണ്, ഒരു ജീപ്പിന്റെ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിലൊന്നും നമുക്ക് പരാതി പറയാൻ പൂർണ്ണമായിട്ടും പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന പല ആൾക്കാരും താർ എടുക്കുന്നത് സെക്കൻഡറി വണ്ടിയായിട്ടാണ്. പക്ഷേ ടീച്ചർ എന്നോട് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി വണ്ടിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ ടീച്ചർ ഇപ്പം പ്രൈമറി വണ്ടിയായിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഞാൻ ഇതുപോലെ തന്നെ പല ആൾക്കാരും പരാതി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ആൻഡ്രോയിഡ് ആയിട്ട് ഫോൺസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ആപ്പിൾ ഫോണായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ ആപ്പിൾ ഫോൺ കണക്ട് ചെയ്യുമ്പം പല ആൾക്കാർക്കും പരാതിയുണ്ട്, ഇത് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നില്ല. ചിലവർ പല ബഗ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലാഗ് അടിക്കൽ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? നമുക്കും ആപ്പിൾ ഫോൺ ആദ്യം കണക്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പല വീഡിയോസ് നോക്കിയാണത് ഓക്കെ ആക്കിയത്. അതേ സ്ഥാനത്ത് ആൻഡ്രോയിഡിന്റെ ആണോ ഇങ്ങനെ കയറുന്നതിന് മുമ്പേ അത് ഓക്കെ ആകുന്നുണ്ട്, പെട്ടെന്ന് കണക്ട് ആകുന്നുണ്ട്. കൂടുതലും ആൻഡ്രോയിഡിനാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച്? കാരണം നമ്മളിപ്പം നമ്മുടെ വണ്ടികൾ സെൽറ്റോസ്, ഹ്യുണ്ടായി പോലുള്ള അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ യൂസ് ചെയ്ത ആൾക്കാരും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ പല ഓപ്ഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സൺറൂഫ്, ഇപ്പം നേരത്തെ ഇപ്പം ഇതിൻ്റെ AX7 ലക്ഷറിയിലേക്ക് വരുമ്പോൾ വൈഡ് പനോരമിക് സൺറൂഫ് ഉണ്ട്. സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സാറിന് മാത്രം ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വരുമ്പോൾ നമുക്കൊരു നോർമൽ സൺറൂഫ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? പർപ്പസ്ഫുൾ ആണോ സംഭവം? നമുക്കതുകൊണ്ട് വലിയ ഉപയോഗമില്ല. പക്ഷേ ഞങ്ങൾ നെല്ലിയാമ്പതി പോയപ്പോൾ കുട്ടികളൊക്കെ ഇതിൻ്റെ സൺറൂഫിൽ എഴുന്നേറ്റ് നിന്ന് മുകളിലോട്ട് നോക്കുകയും അവരങ്ങനെ വീഡിയോ പിടിക്കുകയും അവരതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ആ നെല്ലിയാമ്പതി നേച്ചർ അതിലുള്ള ആ പോക്കില്ല, അവർക്ക് ആ പ്രകൃതി സൗന്ദര്യമൊക്കെ വീഡിയോ പിടിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ അല്ലാതെ നമ്മൾ യൂസ് ചെയ്തില്ല. നോർമലി യൂസേജിന് അത് ആവശ്യമില്ല. എന്നാൽ പോലും നമ്മളൊരു ഫോട്ടോഷൂട്ടിനോ അങ്ങനെയുള്ളതിനൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അതൊരു ഹരമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഇതിൻ്റെ പല സ്വിച്ചസിലും ഇലൂമിനേഷൻ കണ്ടോ, ചെറിയ ലൈറ്റ് പോലെ കാണാം. പക്ഷേ നമ്മുടെ ഇപ്പോൾ അറിയാം, ഇപ്പോഴത്തെ കടുത്ത കോമ്പറ്റീഷനിലാണ് ഓട്ടോമൊബൈൽ സെക്ഷനുകളൊക്കെ പോകുന്നത്. കാരണം ഒരാളൊരു വണ്ടിയിൽ ഇറക്കുമ്പോൾ, മാരുതി ഇറക്കുമ്പോൾ ഹോണ്ട അതിനേക്കാളും നല്ല വണ്ടി ഇറക്കുന്നു. അപ്പോൾ പെട്ടെന്ന് സ്കോഡക്കാർ അത് കണ്ട് അതിനേക്കാളും വലിയ അങ്ങനെയൊക്കെ വരുമ്പോൾ ആംബിയൻ ലൈറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവം തന്നെയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇതിൽ നമ്മൾ ഓക്കെയാണ്, പക്ഷെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായേനെ. മൊത്തത്തിലുള്ള രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇൻസൈഡ് വ്യൂ അല്ലെങ്കിൽ ആ ലുക്ക് ഒരു പ്രീമിയം ഫീൽ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മളിത് പല ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പല ലോഡ് പുറയിലൊക്കെ വെക്കാറുണ്ട്. എപ്പോഴേലും പോകുന്ന സമയത്ത് നമുക്ക് ഈ സസ്പെൻഷൻ്റെ ഒരു ലെഫ്റ്റ് സസ്പെൻഷൻ്റെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കുക. പിന്നെ പണ്ട് ബൊലേറോയൊക്കെ നമുക്ക് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു വണ്ടികളിലൊക്കെ നമുക്ക് ഡോർ സൈഡിൽ നിന്ന് കിലുക്കം, ഭയങ്കര ഒച്ചപ്പാട്, അതൊക്കെ ചിലവർക്ക് ഭയങ്കര അരോചകമായി തോന്നാറുണ്ട്. എപ്പോഴേലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. നമുക്കൊരു അലപ്പോ സൗണ്ടോ ഒരു സൗണ്ടും ഇല്ല. ഇന്റീരിയറിൽ നല്ല ഒരു ഫീലുണ്ട്. ക്യാബിൻ സൗണ്ട് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒരു കുഴപ്പമില്ല, പക്കായിട്ട് പറയാം. അതിൻ്റെ എഞ്ചിൻ സൗണ്ട് പോലും നമുക്കകത്ത് ഡിസ്റ്റർബൻസ് വരുന്നില്ല. ഓക്കെ, അപ്പം വളരെ എന്താ പറയുന്നത്, ഇതൊക്കെ ഒരു ജെന്യുവിൻ റിവ്യൂ ആണ് കേട്ടോ. നമുക്ക് ഒരിക്കലും ഒരാൾ ഒരു വണ്ടിയെക്കുറിച്ച് അവർക്ക് തോന്നുന്ന കാര്യം തോന്നുന്ന പോലെ പറയും. പക്ഷേ ഇത് എന്താ പറയുന്നത്, നമുക്ക് ഇത് ഒരു ജെന്യുവിൻ റിവ്യൂ ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കുറേയൊക്കെ മാനിപ്പുലേഷനാണ്. പല ആൾക്കാരും കയ്യിൽ നിന്നിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി പല ആൾക്കാരും പറയുന്നുണ്ടാവാം. പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡാണ്, നമ്മൾ പല ആൾക്കാരെയും ഫോൺ വിളിക്കും. കാരണം നമുക്കൊരിക്കലും ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് സംസാരിക്കും, ഇല്ലേ? നമ്മളെല്ലാവരും ബിസി ഷെഡ്യൂളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ നേരമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, താർ റോക്സിൽ ഈ ഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കിരികിരി സൗണ്ട് ഓപ്പോസിറ്റ് ആൾക്ക് കേൾക്കാം.
അപ്പം ഒരു കണക്ഷൻ എനിക്ക് അത് കറക്റ്റായിട്ട് സൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു പരാതി, അതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മുടെ അനുഭവത്തിൽ തിരിച്ചാണ്. ഞാൻ സാധാരണ ഇപ്പം ചിലപ്പം മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് കോളിലായിരിക്കും വിളിച്ചിറങ്ങി വരുന്നേ. അപ്പോൾ എയർപോർട്ടിലായിരിക്കും നമ്മൾ വണ്ടിയെ വന്ന് കയറുന്നത്. കയറി കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് വന്നു കഴിയുമ്പം അവർ പറയും ഇതാണ് പക്ക ക്ലിയർ ആണ്, മാറ്റണ്ട, ഇത് തന്നെ സംസാരിച്ച് പൊയ്ക്കൂ. എന്നപ്പം അവർക്കതിൽ ഡിസ്റ്റർബൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഹാപ്പിയാണ്. ഓക്കെ. എല്ലാവരും നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് അൺഹാപ്പി ആകുന്ന ഒരേ ഒരു വിഷയത്തിലാണ്. എന്താണെന്നറിയോ? മൈലേജ്. ഈ ഒരു മൈലേജ് ഇല്ലെങ്കിൽ നമ്മൾ ഏത് വണ്ടി എടുക്കില്ലേ സാറേ? അപ്പോൾ നമ്മളിപ്പോൾ സാറേ ഓപ്ഷൻ ഇപ്പം ടീച്ചറിന് വേണ്ടി എടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലാണ് അല്ലേ? 2.2 ലിറ്ററിൻ്റെ ഡീസൽ വെഹിക്കിളാണ്. അപ്പോൾ അതുപോലെ തന്നെ പവർ, ഇപ്പം നമ്മൾ കയറ്റം കയറി ഇപ്പം നെല്ലിയാമ്പതി പോയി, പല സ്ഥലത്ത് പോയി. അപ്പോൾ പവറിനെ കുറിച്ച് ഇപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ പവർ ടീച്ചറിന് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? മറ്റേ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളും കൂടെ ആണല്ലോ. അതെ, പവർ ഇത് നന്നായിട്ട്. ഇതിനിപ്പം കയറ്റമൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കയറിപ്പോവും. ഇപ്പോൾ ഒരു തേർഡിലാണേലും ഫോർത്തിലാണേലും ഒക്കെ, ഫോർത്ത് ഗിയർ ആണേലും ഒക്കെ കയറ്റം ഒരു കുഴപ്പമില്ലാതെ വളരെ സ്മൂത്തായിട്ട്, കയറ്റമാണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെ കയറി പോകുന്നുണ്ട്. ശരി. അപ്പം നമുക്ക് തേർഡിലൊക്കെ ഇട്ടാണേലും അതിന്റെ ഒരു കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. നേരത്തെ ഒരു ഹിന്ദി നാട്ടിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടി പെട്ടെന്ന് ബാക്കിലേക്ക് എടുക്കുന്ന സ്പീഡിൽ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചാടുക, സസ്പെൻഷൻ ഭയങ്കര പ്രശ്നമാണ്, താറ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാർ അതിനെക്കുറിച്ച്? അത് നോർമലി ഇത്രയും വലിയ വണ്ടികളിൽ അതുണ്ട്. അതിപ്പോൾ നമ്മൾ ഭാരത് ബെൻസ് എടുത്ത് ഓടിച്ച് നോക്കിയാൽ ഇതിന്റെ 10 ഇരട്ടി കാണും. ഇല്ല, അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട. നമ്മൾ നോർമലി ഉള്ള യൂസേജിന് അത് ഒരു തരത്തിൽ പോലും 1% പോലും നമ്മളെ അത് എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. നേരത്തെ വന്ന ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ അൺഹാപ്പി ആവുന്നൊരു സംഭവമാണ് മൈലേജ് അല്ലേ? മൈലേജ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വണ്ടി എടുക്കില്ല. ഈ ഡീസൽ വണ്ടിയാണ്, 2.2 ലിറ്ററാണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് സത്യം പറയണം? ഇതിന് 13.5 to 14 പോയിന്റ് വരെ കിട്ടുന്നുണ്ട്. കമ്പനി എത്രയാണ് പറഞ്ഞത്? 15 ആണ് പറഞ്ഞത്. 15 പറഞ്ഞിട്ട് അത്രയും കിട്ടുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഈ ഒരു റിവ്യൂവിനകത്ത് കള്ളമില്ല. ഇല്ല, ഇന്നലെ പോയപ്പോഴും 14.5 ഉണ്ടായിരുന്നു. നമുക്ക് 2 രീതിയിൽ കാണിക്കാം. ഇപ്പം ഇത് റീസെറ്റ് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മൾ മൈലേജ് റീസെറ്റ് ചെയ്യുന്ന ടൈമിൽ അത് 16, 17, 17.5 വരെ കാണിക്കും. അത് നോർമലി ഒരു ലോങ് ലെങ്തിൽ പോകുമ്പോഴത്തേക്കും അത് കുറഞ്ഞു വരും. ശരിക്കും ആക്ച്വലി ഒരു 100 ആവറേജ് നോക്കിയാൽ നമുക്ക് 13, 14 ആ ഒരു റേഞ്ചിലാണ് മൈലേജ് ആക്ച്വൽ ഉള്ളത് നോർമൽ റൈഡിൽ. നമ്മൾ മൈലേജിന്റെ ആ ഒരു ഓപ്ഷൻ റീസെറ്റ് ചെയ്ത് നോക്കണം. റീസെറ്റ് ചെയ്താൽ ആദ്യത്തെ കുറെ കിലോമീറ്റർ നമുക്ക് ഹൈ ആയിരിക്കും കാണിക്കുക, അപ്പോഴത്തെ ആവറേജ് ആയിരിക്കില്ല കാണിക്കുക. അപ്പം നമ്മൾ നല്ല റോഡിലാണ് ഓടുന്നതെങ്കിൽ 5th ഗിയറിലല്ല 6th ഗിയറിലാണെങ്കിൽ മൈലേജ് എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷെ നമ്മളൊരു ലോങ് ജേണിയിൽ ഇപ്പം നമ്മൾ എപ്പോഴും റീസെറ്റ് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട്, 17.4 കാണിക്കുന്നുണ്ട്. അപ്പം ശരിക്കും 17.4 എന്ന് പറയുന്നത് ആക്ച്വൽ അല്ല. അപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരൻ എന്നെ റെഫർ ചെയ്ത ആൾക്കും എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് 16, 18 ഒക്കെ കിട്ടുന്നുണ്ട് എന്ന്. പക്ഷെ ഒരിക്കലും 2.2 ലിറ്ററിൽ 18 എന്ന് പറയുന്നത് ഒരു ഹൈ മൈലേജ് ആണ്. അത്ര നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം ഇതിൽ നമുക്ക് ശരിക്കും ആക്ച്വൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മൈലേജ് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ. അപ്പം അറിയാം, പെട്രോൾ വണ്ടി വരുമ്പോൾ താർ റോക്സിന് വില കുറവാണ്. അപ്പം ഒരു തുടക്കക്കാരെന്ന നിലയ്ക്ക് പെട്രോൾ മതിയോ? പെട്രോൾ വണ്ടിയാണോ സജസ്റ്റ് ചെയ്യുക? നമ്മൾ ഡീസൽ യൂസ് ചെയ്ത് പഠിച്ചതുകൊണ്ടാവാം നമ്മൾ ഡീസലാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്നാ വെച്ചാൽ വളരെ ഒന്നുകൂടെ പവർ കിട്ടും. പിന്നെ നമുക്കൊരു പോകാനൊക്കെ ഒന്നുകൂടെ ഒരു സുഖം നമുക്കിതാണ് ഫീൽ ചെയ്യുന്നത്. ടീച്ചർ ഇപ്പോൾ എത്ര നാളായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നു? ഇപ്പം 2 മാസമായുള്ളൂ എടുത്തിട്ട് 2 മാസമായുള്ളൂ. 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നു. ഈ 2 മാസം യൂസ് ചെയ്യുമ്പോൾ ലേഡീസിനോടൊക്കെ വളരെ ധൈര്യമായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറയൂ. തീർച്ചയായിട്ടും. ഞാനൊരു സ്കൂളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ പലരും ചോദിക്കും എങ്ങനെയുണ്ട്, ഓടിക്കാൻ പറ്റുന്നുണ്ടോ, സ്മൂത്താണോ? അപ്പം ഞാൻ എല്ലാവരോടും പറയും മറ്റുള്ളതിനേക്കാൾ വളരെ സ്മൂത്താണ്. നമ്മൾ ഇരിക്കുന്ന ഹൈറ്റ്, റോഡ് വിസിബിലിറ്റി, ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആണ് ഇതിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ക്യാമറയിൽ നമുക്ക് റിവേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് ഇത് എടുക്കണം എന്നേ പറയൂ. 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ വരുന്നില്ല. ഒരു മിഡ് വേരിയൻ്റ് ആണ് അല്ലേ സാറേ? അപ്പം ഈ ഒരു മിഡ് വേരിയൻ്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമ്മുടെ ബാക്ക് റിവേഴ്സ് ക്യാമറ കാണിക്കുന്ന ആ ഒരു ഇത് ക്ലാരിറ്റി, റെസൊല്യൂഷൻ അതെങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് ക്ലിയർ ആണ്, പക്ക ക്ലിയർ ആണ്. എ സി കൂളിങ്ങിനെ കുറിച്ച് 100% ആണോ? അപ്പോൾ ക്വാളിറ്റി, പിന്നെ മെക്കാനിക്കലി എങ്ങനെയുണ്ട് എന്നുള്ളൊരു സംഭവം, പിന്നെ അവരുടെ ഈ ഒരു 2 സംഭവം മെയിനായിട്ടും ക്വാളിറ്റി ആൻഡ് മെക്കാനിക്കലി എന്താണ് പറയാനുള്ളത്? മെക്കാനിക്കലി ആൻഡ് ക്വാളിറ്റി ബേസിൽ 100% ഓക്കെയാണ്.
അപ്പോൾ ഇപ്പം മഹേന്ദ്രയെ സംബന്ധിച്ച് പല ആൾക്കാരും ഇന്ത്യൻ വണ്ടിയാണ്, ടാറ്റ ഇന്ത്യൻ വണ്ടിയാണ്. കാരണം ഇതിൻ്റെ പല ആൾക്കാരും പെയിൻറ്റ് ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു റിവ്യൂ ചെയ്തത് SUV 700 എന്ന് പറഞ്ഞ വണ്ടിയാണ്. കാരണം ഇതിൻ്റെ അറിയാമല്ലോ, ഇപ്പോൾ ഈ ഒരു വിലയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു താർ റോക്സ് കിട്ടുന്ന വിലയ്ക്കൊക്കെ നമുക്ക് XUV 700 ബേസ് വേരിയൻറ്റ് കിട്ടും, സ്കോർപിയോ വണ്ടി കിട്ടും. ഇതൊക്കെ ഇവരുടെ ഇപ്പം നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടാണ് ടീച്ചർ ഇപ്പോൾ താർ റോക്സ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇതിനകത്തൊക്കെ മഹേന്ദ്രയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ ആ SUV 700 ഒരു സംഭവം അതിനകത്ത് പെയിൻറ്റിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചിരുന്നു, അതിൻ്റെ ഫൈബർ പാർട്സിൻ്റെ ഒരു മിസ് അലൈൻമെൻറ്റ് കാണിച്ച് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് നിൽക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാർ അഭിപ്രായം? നമുക്ക് പെയിൻറ്റിങ് ക്വാളിറ്റി പഴയ വണ്ടിയായിട്ട് നോക്കുമ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം മെറ്റാലിക് ആണെങ്കിലും മറ്റേ വണ്ടികൾക്കൊക്കെ ബ്ലാക്ക് വരുന്നത്, ഇപ്പോൾ വരുന്ന എല്ലാത്തിനും മെറ്റാലിക് ആണെങ്കിൽ പോലും ഇതിനൊരു ഗിൽറ്റി മെറ്റാലിക്കാണ്. നമുക്ക് ശരിക്കും ഒരു കണ്ടു കഴിഞ്ഞാൽ അല്ലെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നും. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഈ പെയിൻറ്റ് കണ്ടിട്ട് തോന്നുന്നത് 100% കുഴപ്പമില്ലാന്ന് തന്നെയാണ്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണോ? അല്ലല്ലോ. ഇതിൻ്റെ ഒരു ഫിനിഷിങ് കുറയുക അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റ് മങ്ങിപ്പോവുക അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് പറയാറായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. നോർമലി അങ്ങനെ വരാനായിട്ട് ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂസേജിന് അങ്ങനെ ഇതുവരെ ഒരു വണ്ടിക്കും വന്നിട്ടില്ല. ഇപ്പം എല്ലാവരും എക്സ്റ്റൻഡ് വാറണ്ടി പോലും എടുക്കാറുണ്ട്. ഞങ്ങളൊന്നും ഒരു വണ്ടിക്കും ഞങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി പോലും എടുത്തിട്ടില്ല. ദൈവം സഹായിച്ച് ഇതുവരെ ഒരു വണ്ടിക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എത്ര നാളാണ് ടീച്ചർ വാറണ്ടി പറഞ്ഞിരിക്കുന്നത്? 3 വർഷം, അല്ലെങ്കിൽ ഒരു 1 lakh കിലോമീറ്റർ. 1 lakh കിലോമീറ്റേഴ്സ് വരെയാണ്. നമ്മുടെ സാധാരണ നമ്മളൊരു വണ്ടി എടുത്തു, ഇപ്പോൾ ടീച്ചറിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഇല്ലേ, നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് സർവീസ് സെൻറ്ററിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അതും താർ റോക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം, ഷുവർലി ഒരു 20-ന് മേലെ എടുക്കുന്ന എല്ലാം പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി തന്നെയാണ്. അപ്പോൾ അവിടെ എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട് മഹേന്ദ്രയുടെ ഒരു സർവീസിൻ്റെ ഒരു ബിഹേവിയർ? അത് ഞാനാണ് സർവീസിന് കൊണ്ടുപോയത്. കുഴപ്പമില്ല. പക്ഷേ അവർ നമ്മൾ ഹുണ്ടയിൽ അല്ലെങ്കിൽ ഹോണ്ടയിൽ ചെല്ലുന്ന ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നും. പക്ഷേ നോർമലി അവർ പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പക്ക പറഞ്ഞ ടൈമിൽ അവർ വണ്ടി ചെയ്തു തന്നു. പക്ഷേ ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് വേറൊന്നും വണ്ടിയിൽ ചെയ്യാനില്ലായിരുന്നു. സെക്കൻഡ് സർവീസ് മുതൽ കറക്റ്റ് അറിയാം. ഏകദേശം സെക്കൻഡ് സർവീസ് 10,000-ലാണ് വരിക. അത് കഴിയുമ്പോൾ നമുക്കറിയാം. പിന്നെ വാറണ്ടിയുടെ കേസിലാണെങ്കിലും ഞങ്ങളെ അപേക്ഷിച്ച് ഈ 3 ഇയർ കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടില്ല. അപ്പോൾ നമ്മളെ അപേക്ഷിച്ച് നമ്മളത് 3 ഇയറാണ് ഞങ്ങളുടെ വാറണ്ടി. അടിപൊളി. ഓക്കെ, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മാരുതി ആയിക്കോട്ടെ, ഹ്യുണ്ടായി ആയിക്കോട്ടെ, ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, അവർ നമ്മളെ സ്ഥിരം വിളിക്കും, ഫോൺ വിളിക്കും. അപ്പം പല ആൾക്കാരും പരാതി പറയുന്നുണ്ട്, ഈ ഫോൺ വിളിക്കുന്ന ആളിന് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല, അത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തുരുതുരാ വിളിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുണ്ടോ മഹേന്ദ്രയുടെ സർവീസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ? അത് എല്ലായിടത്തും കിടക്കുന്ന എൻ്റെ നമ്പറാണ്. ഇപ്പം മാരുതി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നോർമൽ യൂസ് ചെയ്യുന്ന റിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമുക്ക് കോളുകൾ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മുകളിലാണ് സർവീസ് റിമൈൻഡർ വരിക. അതുപോലെ തന്നെ ഹുണ്ടായി യൂസ് ചെയ്യുന്നുണ്ട്. ഹുണ്ടായി അവർ 10,000 കിലോമീറ്ററാണ് അവർ 10,000 കിലോമീറ്ററാണ് സർവീസ് വരിക. പക്ഷേ അത് നമുക്ക് ഏകദേശം ഒരു 8,000 ഒക്കെ ആയി കഴിയുമ്പോഴേ അവർ വെളി വരുള്ളൂ. ഏകദേശം ഒരു ടൈം ഒരു 6 months to 7 months ഒക്കെ ആകുമ്പോൾ സാർ എത്ര കിലോമീറ്റർ ആയി, നമുക്ക് ഡിസ്റ്റർബൻസ് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു 9,000 ആകുമ്പോഴാണ് പിന്നെ ആയോ എന്ന് ചോദിച്ചാൽ ഒരു 2-3 തവണ വിളിക്കാം. സാർ ഇതിന് നമുക്ക് അത്രയും കോളിങ് വന്നിട്ടില്ല. സർവീസ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തിട്ടാണേലും നമുക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് അധികം കോളുകൾ നമുക്ക് വന്നിട്ടില്ല. 1-2 തവണ വിളിച്ചു. പിന്നെ അവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് അവർ എന്താവശ്യമുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അപ്പം ആക്ഷനാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളിൽ നിന്നും കുറേ സ്പെക്ക് കൂടുതലുണ്ട് ഇതിന്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ടയർ പ്രഷർ ലാമ്പ് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അറിയാം, എങ്കിലും അത് പിന്നെ ഇൻഡിക്കേഷൻ ഏതാണ് കാണിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പം അതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അവർ ജസ്റ്റ് ഒരു മെസ്സേജ്, ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു ടയറിൻ്റെ ആണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു വാണിംഗ്, സർവീസ് വാറണ്ടി, അതൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട്. എന്നാൽ പോലും അത് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ മൊബൈൽ വഴി കണക്ട് ചെയ്യാനുള്ള ഒരു അഡാസ് ഫീച്ചർ ഇല്ലാത്ത വണ്ടിയാണല്ലോ, അഡാസ് ഫീച്ചർ ഇല്ല. പിന്നെ മൊബൈൽ വഴി കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവം അതിനകത്ത് അങ്ങനെ ഒന്നും അത് നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? മൊബൈൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വെയർ ആൻഡ് ടയർ അറിയാൻ പറ്റുക, ബാക്കിയുള്ള സർവീസ് ഡീറ്റെയിൽ, ഇനി അടുത്ത സർവീസ് എന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല. സർവീസ് റിമൈൻഡർ നമുക്ക് മീറ്ററിൽ അറിയാൻ പറ്റും. പിന്നെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് ഇതിന് വയർലെസ് ചാർജിങ് ഉണ്ടോ? ഉണ്ട്, ഇവിടെ വെച്ചാൽ മാത്രം മതി. ഓക്കെ. ഓൺ റോഡിന് 21 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ആയത്. ഇതിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടോ? ഇല്ല, ഞങ്ങളുടെ സിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് ഒരു പരാതിയാണ്. പക്ഷെ എൻ്റെ ചേട്ടനെ അപേക്ഷിച്ച് ചേട്ടൻ അതിനോട് വലിയ താല്പര്യം ഇല്ല. എന്നാലും പക്ഷേ 21 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിലൊരു ക്ലൈമറ്റ് കൺട്രോളൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ
ബെറ്റർ ആയിരുന്നു. നമ്മൾ എല്ലാവരും ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമുക്കൊരു തൈ സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കൊരു മൊത്തത്തിലൊരു സപ്പോർട്ട് കിട്ടണം. പിന്നെ മാത്രമല്ല പല ആൾക്കാരും താർ റോക്സ് എടുത്ത്, ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അവൈലബിൾ ആയിട്ടില്ല താർ റോക്സ്. കാരണം അതുപോലെ വണ്ടി ഭ്രമമുള്ളവരും അതുപോലെ വണ്ടി ഒരു വികാരമാണെന്ന് മനസ്സിലാക്കുന്നവരുമാണ്, അല്ലേ, താർ റോക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പ്രോബ്ലമായിട്ട് പറയുന്നൊരു സംഭവമാണ് ഈ ഒരു സീറ്റ്. പ്രത്യേകിച്ച് നെല്ലിയാമ്പതി പോലുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് പോലെ വരെ, അല്ലേ ടീച്ചർ, പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഈ സീറ്റിൻ്റെ കുലുക്കം വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് കിർ ഒരു സൗണ്ട് കേൾക്കുന്നു എന്ന് പല പുത്തൻ വണ്ടിയാണെന്ന് ഓർത്തോണം. ആ പുത്തൻ വണ്ടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമുക്കത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, നമുക്കത് ഫീൽ ചെയ്തിട്ടുമില്ല. ഇല്ല. സീറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ തൈ സപ്പോർട്ട് കാര്യങ്ങൾ, ബാക്ക് സീറ്റ് ആണെങ്കിലും തൈ സപ്പോർട്ട് എങ്ങനെയുണ്ട്? മൊത്തത്തിൽ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി കുഴപ്പമില്ല, സൂപ്പറാണ്. ഞങ്ങൾ നെല്ലിയാമ്പതി പോയപ്പോൾ ഞാനൊക്കെ ബൈക്കിലായിരുന്നു ബൈക്കിലിരുന്നിട്ട് നമുക്ക് ഇതിന് മറ്റ് സീറ്റിനേക്കാൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു മാറ്റം ഉള്ളത് കൊണ്ടാവാം, പക്ഷേ വളരെ സ്മൂത്ത് ആയിരുന്നു, ഹൈറ്റും കൂടി ഉള്ളതുകൊണ്ട്. ഓക്കെ. നമുക്ക് നേരത്തെ എന്നോട് കാര്യം സൂചിപ്പിച്ച ഒരു സംഭവമാണ് ഒരു മോഷൻ സിക്നസ് എന്ന് പറഞ്ഞൊരു സംഭവം. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാറിനോട് സൂചിപ്പിച്ചായിരുന്നു, പല മറ്റു വണ്ടി ക്രെറ്റയുടെ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഇന്നോവയുടെ ആണെങ്കിൽ ഏറ്റവും ബാക്ക് സീറ്റിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഷൻ സിക്നസ് വരും, ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഈ വണ്ടിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള കംഫർട്ട്? അത് ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്ട് ചെയ്തത് എൻ്റെ വൈഫിൽ നിന്നാണ്. വൈഫ് നോർമലി ലോങ് പോകുമ്പോൾ ആൾ നമുക്ക് പണി തരാറുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഗ്യാസ് കയറും, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അത് കുട്ടികൾക്കും ഉണ്ട്. അപ്പം പക്ഷേ അത് നമുക്ക് ഇതിൽ വന്നിട്ടില്ല. ഇപ്പോൾ ലോങ് പോകുമ്പോഴാണ്, ജസ്റ്റ് ഒരു 100 കിലോമീറ്റർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 100-150 കിലോമീറ്റർ സ്ട്രെയിറ്റ് 150-200 കിലോമീറ്റർ ഒക്കെ വിടുമ്പോൾ. ഇപ്പോൾ ഇത് നെല്ലിയാമ്പതി മാത്രമാണ് ഇതുകൊണ്ട് നമ്മൾ പോയത്. എന്നാൽ പോലും നമുക്ക് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരു ഫീലിംഗ് അവർക്കുണ്ടായില്ല. അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഇരിക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണ്. അതായത് ജീപ്പ് പോലെ തന്നെ, അതായത് ഒരു സ്ട്രെയിറ്റ് സീറ്റാണ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നേരെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അവർക്കൊരു ഗ്യാസ് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അത് ക്രെറ്റയിൽ പോലും ബാക്ക് സീറ്റിൽ അത് ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അത് ഇതിൽ വന്നിട്ടില്ല. പല ആൾക്കാരും സീറ്റിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്, പല ആൾക്കാരും കംഫർട്ട് സസ്പെൻഷനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ല, ഇത് റിയൽ യൂസേഴ്സ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സാറേ, ഞാൻ നേരത്തെ കാണിച്ച ബാക്കിൽ ആ ഒരു ഡിക്കി തുറക്കുമ്പോൾ ഉള്ളൊരു സംഭവം, അവിടെ നമ്മൾ കണ്ടു ഇതിന് വയറിങ് വന്നിരിക്കുന്നത്. സാറിന് ഇതെല്ലാം ഇതിൻ്റെ അകത്തൂടെ ഒരു ചെയ്യുന്നത്, അതേ സമയത്ത് ഇത് ഇവിടെയും ഫ്രണ്ടിലും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. എന്താണ് ആ വയറിങ് ഇങ്ങനെ പുറത്തൂടെ കൊടുത്താൽ അതൊരു സ്മൂത്ത് ആണോ? അതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണ്, എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. പക്ഷേ അവരതിനെ രണ്ട് രീതിയിലായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബെൽറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ആ ബെൽറ്റിൻ്റെ ഉള്ളിലൂടെയാണ് വയറും പോയേക്കുന്നത്. ശരിക്കും നമ്മൾ മറ്റേ ഉണ്ടയിലൊക്കെ എന്ന് പറയുന്നത് അത് അതിൻ്റെ അകത്തോടെ വരുന്നത് നമുക്ക് കൺസീൽഡ് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഡിക്കിയിലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്കെല്ലാം അതൊരു ഒരു അഡീഷണൽ ഫിറ്റിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അത് പക്ഷേ ശരിക്കും പറയാം താറ് പോലത്തെ വണ്ടികളിൽ അങ്ങനെ വേണമെന്ന് ഉദ്ദേശിച്ചിട്ടാവാം, അല്ലേ? അങ്ങനെ വേണമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. പക്ഷേ അത് ആവശ്യമില്ലായിരുന്നു. ഓക്കെ. ഫ്രണ്ടിലെ ഈ ലൈറ്റൊക്കെ ഇപ്പം കണ്ടോ, പല ക്യാബിൻ ലൈറ്റുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു ക്യാബിൻ ലൈറ്റും സൈഡിലേക്ക് ലൈറ്റ്സും എല്ലാം നോക്കുമ്പോൾ ഈ ലൈറ്റ് കൊണ്ട് തൃപ്തികരമാണോ? തീർച്ചയായിട്ടും അതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റിയർ സെൻട്രൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് റീഡിംഗ് ലൈറ്റ് രണ്ട് സൈഡിലും ഫ്രണ്ടിലും നമുക്ക് അത്യാവശ്യം വെളിച്ചമുള്ള ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഫ്ലോറ് കാണാവുന്ന രീതിയിൽ അഡീഷണൽ ഒരു സ്വിച്ചിൽ നമുക്ക് അടിവശവും കാണാം. ഇരുട്ടത്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു ലൈറ്റ് അത് വരുന്നത്. അതൊക്കെ ഇൻബിൽറ്റ് ആട്ടോ, നമ്മൾ എക്സ്ട്രാ ചെയ്തതല്ല, അല്ലാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും ആംറെസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു EX7 ലക്ഷറി വണ്ടിക്ക് 3 പോയിന്റ് റിക്ലൈനിങ് ഉണ്ട്. ഇതിനങ്ങനെ ഓപ്ഷൻ ഇല്ല, അതിന് വരുന്നില്ല. ഞാൻ പല വണ്ടിയും റിവ്യൂ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. കാരണം അതിനകത്തൊരു 20 ലക്ഷത്തിന് മേളിലോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ സീറ്റിൽ തരും. അപ്പോൾ ആ ഒരു സംഭവം ടീച്ചറെ എങ്ങനെ തോന്നുന്നുണ്ട്? ഇതിലുണ്ടോ? ഇതിലില്ല. നമ്മളെല്ലാം മാനുവലായിട്ട് ചെയ്യണം. ഹൈറ്റ് എല്ലാം മാനുവലായിട്ടാണ് ഇതിൽ. ഹൈറ്റ് അപ്പ് ചെയ്യാം ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടെലിസ്കോപ്പിംഗ് ഇല്ല, ജസ്റ്റ് നമ്മളിത് താത്തി കഴിഞ്ഞ് ടിൽറ്റിങ് മാത്രമേ വരുന്നുള്ളൂ, അല്ലേ? സ്റ്റിയറിംഗ് ഒക്കെ സ്മൂത്ത് ആണല്ലോ, അല്ലേ? ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ എങ്ങനെ ഉണ്ട്? അതിന് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ടീച്ചറിന് ഓപ്പറേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോക്കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടി എന്ന് പറയുന്നത് ഏകദേശം 19.5 ലക്ഷം രൂപയായിരുന്നു അതിന് ഓൺ റോഡ്. അതിന് നമുക്ക് ഒരുമാതിരി എല്ലാ സ്പെക്കും അതിൽ വരുന്നുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്കും ആയിരുന്നു. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വ്യത്യാസം വരും. പിന്നെ
താറ് നമ്മൾ മറ്റു വണ്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശരിക്കും 1 മന്ത് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്കൊരു 3 മന്ത് കഴിഞ്ഞാൽ കിട്ടിയത്. 3 മന്ത് ശരിക്കും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരുന്നത് 1 ഇയർ ആയിരുന്നു. അപ്പം അത് ഇടയ്ക്കൊരു വണ്ടി വന്നപ്പോൾ അവർ നമ്മൾക്ക് പേയ്മെൻറ്റ് ഇടുവാണെങ്കിൽ വണ്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഇട്ടിട്ട് വണ്ടി എടുത്താണ്. അപ്പം മറ്റു വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരുന്നാൽ നമുക്ക് ബെറ്ററാണ്. നേരത്തെ മഹേന്ദ്രയായിട്ട് കമ്പയർ ചെയ്യരുത്. അത് നമ്മൾ ഇൻ്റർനാഷണൽ ജീപ്പ് ആണെങ്കിലും പിന്നെ നമ്മുടെ ബൊലോറോ ആണെങ്കിലും ഇനി ഈ പറഞ്ഞ ഈ അടുത്ത കാലത്ത് 2014-15 വന്നിരുന്ന XUV 300 അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന മോഡലിന് നമുക്ക് അങ്ങനെ പരാതി പറയാനായിട്ട് പറ്റില്ല. ആളുകൾ ഇടിച്ചു നിൽക്കുന്നതുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഓവർ പ്രൈസ്ഡാണ്. ഇതിനകത്ത് ഒരു കംഫർട്ട് എന്ന നിലയ്ക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ് അത് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട്? എനിക്ക് അത്രയും വലിയ പ്രശ്നം ഇല്ല അതിൽ. നമ്മൾ ശരിക്കും അത് ഉപയോഗിച്ച് പഠിച്ചവർക്ക് അതില്ലാതെ പാടാണ്. നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു 22 ലാക്സിലൊക്കെ വെന്റിലേറ്റർ സീറ്റും കൂടെ ഇപ്പം ആവശ്യഘടകമായി തുടങ്ങി. പക്ഷെ നമുക്കിതിന് വരുന്നില്ല, ഈ ഒരു മോഡലിൽ വരുന്നില്ല, ഇതിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് പല മോഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണെന്ന് തോന്നി ഈ തെളിഞ്ഞു വരുന്നത്. എന്താണ് സംഭവം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മുടെ നെല്ലിയാമ്പതി പോയപ്പം ഓഫ് റോഡ് നമ്മൾ പോയത് ഇതൊന്നും നോക്കിയിട്ടല്ല. പക്ഷെ ഇതിൽ ഓഫ് റോഡ് ഉണ്ട്, ഓൺ റോഡ് ഉണ്ട്, റേസിംഗ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഈ 4 മോഡ് നമുക്കിതൊരു ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിതിൻ്റെ ഇതും ആവശ്യമില്ല എങ്കിൽ പോലും ഇത് നമ്മൾ എത്ര ഡിഗ്രിയിലാണ് വണ്ടി ചെയ്യുന്നതെന്നും കയറുന്നതെന്നും സ്ട്രെയിറ്റ് ആണോ എന്നും സ്റ്റിയറിംഗ് എങ്ങനെ തിരിയുന്നു എന്നുള്ളതും എല്ലാം നമുക്ക് കാണാം. ഇതിപ്പോൾ നോക്കിയാൽ റൈറ്റിലേക്ക് എത്ര ഡിഗ്രി തിരിച്ചു. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടല്ലേ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അത് മീറ്റർ കൺസോളിലും കാണിക്കും. പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ സ്റ്റിയറിംഗ് ടയർ നേരെയാണോ അല്ലയോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഇതങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. നമുക്കിതിന് മീറ്ററിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണും കൃത്യമായിട്ട്. നമുക്ക് സ്ട്രെയിറ്റ് സെൻറ്ററാണ്, റൈറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ കാണിക്കുകയും നമുക്ക് എപ്പോഴെങ്കിലും വണ്ടി ഓവർ ഹീറ്റ് ആണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ട്? നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് 5 മണിക്കൂർ വരെ സ്റ്റാർട്ടിങ്ങിൽ നിന്നിട്ടുണ്ട് വണ്ടി. 5 മണിക്കൂർ വരെ നെല്ലിയാമ്പതി പോയപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ് പോയത്. അതുപോലെ തന്നെ ഞങ്ങൾ ഓഫ് ചെയ്തിട്ടില്ല വണ്ടി. ഏകദേശം 5 മണിക്കൂർ വരെ നമുക്ക്. ശരി. രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വെട്ടം, ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ആ ഒരു വെട്ടം എങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് ഈ പറഞ്ഞ എല്ലാ റേഞ്ചിനെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് നല്ലതായിട്ട്. എന്ന് വെച്ചാൽ ഇത് ഹെഡ്ലൈറ്റ് DRL ആണ് താർ റോക്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ക്രെറ്റയിലാണെങ്കിലും ബാക്കിയുള്ള വണ്ടിയിലൊക്കെ DRL ഉണ്ട്, അതിന് ഭംഗിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇതിന് ആ റൗണ്ട് വരുന്നത് ഒരു പ്രത്യേക ലുക്ക് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരിക, അതും LED പ്രൊജക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ് രാത്രിയിൽ ശരിക്കും നല്ല വിസിബിലിറ്റിയാണ്, നല്ല പക്കയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. സാർ, നമ്മളിപ്പോൾ വണ്ടിയുടെ ഹുഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ എങ്ങനെ തോന്നിയിട്ടുണ്ട്? അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കൊള്ളാം. വലിയൊരു എഞ്ചിനാണ്, 2.2 ലിറ്റർ ഡീസലാണ്. പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് ഫിനിഷിങ്, അതായത് നമ്മുടെ ഹീറ്റ് ടെമ്പറേച്ചർ അവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അത് കുറച്ചും കൂടെ ഒന്ന് ക്വാളിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആലോചിച്ചായിരുന്നു. കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കുറവ് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എഞ്ചിനിലല്ല കേട്ടോ, നമുക്കിതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ശരി. ഉറപ്പായിട്ടും മഹേന്ദ്രയിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽസ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഒന്ന് സൂചിപ്പിക്കുക ഫീഡ്ബാക്ക് എന്ന നിലയ്ക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ പല ആൾക്കാരുടെ ഒരു ഡ്രീം വർക്കുകളും കൂടാണ്. എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാർക്കും സാധിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഇനിയിപ്പോൾ എടുക്കാനുള്ള ആൾക്കാരോട് ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? ടീച്ചർ സജസ്റ്റ് ചെയ്യുമോ ഈ വണ്ടി എടുക്കണമെന്നുള്ള കാര്യം? എന്താണ് അതിനെക്കുറിച്ച്? തീർച്ചയായും ഞാനിത് എടുക്കണമെന്നേ പറയുള്ളൂ. അപ്പം 100% ഹാപ്പിയാണ്. നമുക്ക് റോഡ് വിസിബിലിറ്റിയും അത് ഓടിക്കുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസും കൂടുതലാണ്. മറ്റു വണ്ടി പോലെയല്ല, നമുക്കൊരു ഒരു ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാന്നൊരു ഫീലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചറൊക്കെ പല സ്ഥലത്തും പോകുമ്പോഴും പല ആൾക്കാരും ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? തന്നെ പിള്ളേരൊക്കെ നമ്മളോട് ഒന്ന് കേട്ടെ പുറത്തോട്ടൊന്ന് ഇറക്കാവോ അങ്ങനെയാണ് ചോദിക്കാറുണ്ട്. കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതെ. എല്ലാവരും ഒരു വികാരം കൂടെയാണ് നമ്മുടെ താർ റോക്സ്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ
വീഡിയോ ആയിരുന്നു. നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാഹ് സാർ, താങ്ക് യു സോ മച്ച് ടീച്ചർ. ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, അതും വളരെ ഡീറ്റെയിൽ ആയിട്ട്. രണ്ടുപേരും വണ്ടിയോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. വണ്ടി അതുപോലെയാണ് സ്നേഹിക്കുന്നത്, അതുപോലെ ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുന്ന പോലെയാണ് രണ്ടുപേരും സൂക്ഷിക്കുന്നത്. എൻ്റെ വലിയൊരു അനുഗ്രഹം കൂടെയാണ് ഇപ്പം സാറിൻ്റെയും അതുപോലെ ടീച്ചറിൻ്റെയും ഒരു റിവ്യൂ കിട്ടുക എന്ന് പറയുന്നത് തന്നെ. താങ്ക് യു സോ മച്ച്, താങ്ക്സ് അഗെയിൻ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.